എന്താന്നറിയില്ല വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നല്ല വിശപ്പാ. വൈകുന്നേരം ഒന്നുമില്ല, വിശപ്പിന് ഇന്ന സമയമൊന്നും ഇല്ലല്ലോ, രാവിലെ തൊട്ട് രാത്രി വരെ ഒരേ വിശപ്പ് തന്നെയാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ അഖിലേട്ടനോട് പറഞ്ഞ് നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞ് കുത്തിപ്പൊക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മോളും ഉണ്ട് കൂടെ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ചോലാടി ചെക്ക് പോസ്റ്റ് വരെ ഒന്ന് പോയതാ. ഏതൊക്കെയാന്നൊക്കെ ഒന്ന് കാണാം. കുറേയായി അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട്. മോളെ പ്രഗ്നൻ്റ് ആയ ശേഷം ഞാൻ എങ്ങോട്ടും അങ്ങനെ ഒന്നും പുറത്തിറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ ഫുള്ള് കറങ്ങിയൊന്ന് കറങ്ങി അടിക്കാൻ മാത്രമൊന്നുമില്ല. ചോലാടി ചെക്ക് പോസ്റ്റ് നിങ്ങൾ കണ്ടു തന്നെയല്ലേ. വടുവഞ്ചാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഊട്ടിയിലേക്കും ഗൂഡല്ലൂർക്കും അതേപോലെ മൈസൂർക്കും ഒക്കെയുള്ളൊരു മെയിൻ റൂട്ടാണിത്. നല്ല മഴയും അതേപോലെ തന്നെ ഇങ്ങനെ ഒരു കാറിലൂടെയുള്ള റൈഡും. എനിക്ക് ബൈക്കിലാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. പക്ഷേ ഇപ്പോൾ നമുക്ക് മോളുള്ളത് കൊണ്ട് അങ്ങനെ മഴ നനഞ്ഞ് പോകാൻ പറ്റില്ലല്ലോ. സോ അപ്പം ഞങ്ങൾ 3 പേരും കൂടെ ഇതൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊരു രസമാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചോലാടി ചെക്ക് പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, എനിക്ക് കൂടുതലായിട്ട് പറയാനൊന്നും അറിയില്ല. കാരണം ചെക്ക് പോസ്റ്റ് എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. നിങ്ങൾക്ക് കണ്ടില്ലേ, ഇവിടം വരെ പോയി ഒന്ന് തിരിച്ച് ഒന്ന് റൗണ്ട് അടിച്ച് വരുമ്പോൾ അതൊരു സുഖമാണ്. എന്താണെന്നറിയില്ല, എവിടെയോ എത്തിയൊരു ഫീലാണ്. തമിഴ്നാടൊക്കെ കടന്നു എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു ഫീല് കിട്ടും. ഈ ബോർഡൊക്കെ ഒന്ന് വായിക്കുമ്പോൾ പന്തല്ലൂർ, ഗൂഡല്ലൂർ, ഊട്ടി, മൈസൂർ, എവിടെ വേണേലും പോവാം. അങ്ങനെ നേരെ ഞങ്ങളെ വിട്ട് ഫേമസിലേക്ക് തിരിച്ച്. രക്ഷയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. വന്ന് വെയിറ്റ് ചെയ്തപ്പോൾ അവർ കൊണ്ടുതരണ്ടേ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ സംഭവം എത്തി. റുമാൻ ഷവർമ്മയായിരുന്നു. അടിപൊളി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത്, അതും ഫേമസിന്ന്. വേറെ എവിടെ നിന്ന് ഇത് കഴിച്ചിട്ടില്ല. കൂടെ പക്കവടിയും നല്ല ചായയും. ഞങ്ങൾ ഒരു ഷവർമ്മ വാങ്ങി പീസാക്കി. ഞങ്ങൾ പിന്നെ വേഗം വീട്ടിലേക്ക് എത്തി. ഫേമസിൻ്റെ അടുത്ത് തന്നെ വീടായതുകൊണ്ട് പിന്നെ അധികം ദഹിക്കേണ്ടി വന്നില്ല. വേഗം വീടെത്തി.